സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കോസ് സുവിശേഷം 1:45 വാക്യം. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ കൗമാരപ്രായത്തിലെ ദൂതൻ അവൾ സന്ദർശിച്ചിരുന്നു. ഗബ്രിയേൽ കൊണ്ടുവന്ന അഭിഷേകമായ വാർത്ത അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്നിട്ട് അവൾ താഴ്മയുടെ ആ ദൗത്യം സ്വീകരിച്ചു. ലൂക്കോസ് 1:38 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ മറിയ വൃദ്ധബന്ധുവായ എലിസബത്തെ സന്ദർശിച്ച് അവിടെ അത്ഭുതകരമായ ഗർഭാവസ്ഥയുടെ നടുവിലായിരുന്നു. എലിസബത്തിന് 60 വയസ്സ് പ്രായമുണ്ടെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. മറിയ വാഗ്ദത്തം മശീഹായുടെ അമ്മയാണെന്ന് ഗബ്രിയേലിൻ്റെ വാക്കുകൾ എലിസബത്ത് ആവേശത്തോടെ സ്വീകരിച്ച് അവൾക്ക് ആശ്വാസം പകർന്നു. ലൂക്കോസ് 1:39 പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൽ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവൻ തൻ്റെ വാഗ്ദത്തം പാലിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. എലിസബത്തിനും അവളുടെ ഭർത്താവായ സെക്കരിയാവിനും ഒരു പൈതൽ നൽകുന്നതിൻ്റെ വാഗ്ദാനം ദൈവം പാലിച്ചു. വാക്യം 57-58 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആ മകൻ സ്ഥാപകന യോഹന്നാൻ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ ലോകത്തിൻ്റെ രക്ഷകൻ വരുന്നു എന്ന വാഗ്ദത്തത്തിൻ്റെ മനുഷ്യരാശിയുടെ ഭാവിയുടെ ഗതി മാറ്റിമറിക്കുന്നതാണ് തുടക്കമായി തീർന്നു, അല്ലെങ്കിൽ തുടക്കക്കാരനായി തീർന്നു. മത്തായി സുവിശേഷം 1:21 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവൻ തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുമെന്ന് നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിപ്പാൻ കഴിയുന്നത് എന്തുകൊണ്ട്? അവൻ്റെ വാഗ്ദത്തത്തിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും സന്തോഷം നൽകുന്നത്? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, വിശ്വസ്തനായിരിക്കുന്നതിന് അങ്ങയുടെ വാഗ്ദത്തം നിറവേറ്റുന്ന നന്ദി. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.